നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 10 മിസ്റ്റേക്സിനെ കുറിച്ചാണ്. പലപ്പോഴും ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് മിക്കപ്പോഴും അതൊരു വലിയൊരു ഭയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇത് എൻ്റെ പ്രവർത്തികൾ, ഞാൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന വാചകങ്ങൾ, എൻ്റെ ജെസ്ചർ, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ, ഞാൻ എങ്ങനെ എന്നെ തന്നെ അവിടെ അവതരിപ്പിക്കുന്നു, ഇതെല്ലാം എനിക്ക് തന്നെ ദൂഷ്യമായിട്ട് വരുമോ, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ കാൻഡിഡേറ്റ്സിന് ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയുക കൂടി ഇല്ലെങ്കിൽ കാര്യം ഇരട്ടി പ്രശ്നമായി മാറും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ 10 പ്രധാനപ്പെട്ട മിസ്റ്റേക്സ്, എന്തൊക്കെ മിസ്റ്റേക്സാണ് ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഇൻ്റർവ്യൂകളിൽ വരുത്തുന്നത് എന്നുള്ളതായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ശ്രദ്ധയോടെ മുഴുവനായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഒന്നാമത്തെ മിസ്റ്റേക്ക് ഒരു ഇൻ്റർവ്യൂവിൽ വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ലേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂവിന് വരിക എന്നുള്ളതാണ്. അതായത് 10 മണിക്ക് ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്താൽ 10:15 10:30 എത്തുന്നവർ അത്ര ഒരു വിരളമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ. അത് ഓക്കെയാണ് എന്ന് കരുതുന്നവരാണ് ബഹുഭൂരിപക്ഷം. അല്ലെങ്കിൽ തന്നെ 10 മണിക്ക് കൃത്യം എത്തിയാലും മതി എന്ന് വെപ്രാളപ്പെട്ട് ഓടിപ്പടച്ച് കയറി വരുന്നവരെയും നമ്മൾ കാണാറുണ്ട്. കൃത്യമായി 10 മണിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്താൽ ഒരു 9:30 എങ്കിലും ആകുമ്പോൾ ആ സ്ഥലം കണ്ടുപിടിച്ചൊന്ന് വെക്കുക. അതിനുശേഷം ഒരു 9:45 ആകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യുക. 10 മണിക്ക് ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്താൽ 15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ ആ പ്രിമൈസസിൽ ഉണ്ടായിരിക്കണം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളതിനെ വിദേശികൾ കളിയാക്കി വിളിക്കുന്നത് ഇന്ത്യൻ സ്ട്രെച്ചബിൾ ടൈം എന്നാണ് എന്നോർക്കുക. IST എന്ന് നമ്മൾ എഴുതുമ്പോൾ. അപ്പോൾ സമയം നമുക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറാം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാരണവശാലും ഇത് ചെയ്യരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് ടൈമിംഗ്, സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം അൺപ്രൊഫഷണൽ ഡ്രസ്സിങ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇട്ടിരിക്കുന്നത് ഈ ഡ്രസ്സ് വിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ എന്നെക്കുറിച്ച് ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അഭിപ്രായം എന്തായിരിക്കും? വളരെ കാഷ്വലായിട്ട്, ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ ജീവിതത്തിലെ നിർണായകമായ ഒരു ജോലിക്ക് വേണ്ടി എത്തിയ ഒരു കാൻഡിഡേറ്റിൻ്റെ ഒരു രൂപവും എനിക്കില്ല. ഞാൻ ധരിച്ചിരിക്കുന്ന ഒരു ജീൻസാണ്, ഞാൻ ധരിച്ചിരിക്കുന്ന ഷർട്ടാണെങ്കിൽ ഒരു പുള്ളിപ്പുലി പോലത്തെ ഒരു ഷർട്ടും. ഇത് വിട്ട് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ സാധിക്കില്ല. നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ ഒരു ലൈറ്റർ ടോണുള്ള ഷർട്ടും ഒരു ഡാർക്കർ ടോണുള്ള പാൻറ്റും ഒക്കെ ആൺകുട്ടികൾ ധരിക്കുക. പെൺകുട്ടികളാണ് എങ്കിൽ നിങ്ങൾ ഒരു സൽവാർ സ്യൂട്ടൊക്കെ ഒരു മോഡറേറ്റ് കളർ, അല്ലെങ്കിൽ ഒരുപാട് ബ്രൈറ്റ് കളർ അല്ലാത്ത, ഫാസ്റ്റ് കളർ അല്ലാത്ത ഒരു മോഡറേറ്റ് ലുക്കിംഗ്, അതായത് കണ്ടാൽ ഒരു അറ്റൻഷൻ ഗ്രാബിങ് ആവരുത്. അറ്റൻഷൻ ഗ്രാബിംഗ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ബ്രൈറ്റ് റെഡ്, ബ്രിക്ക് റെഡ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ബ്ലൂ പോലെയുള്ള വളരെ ബ്രില്യൻറ്റ് കളേഴ്സൊക്കെ ഉള്ളത് ഒഴിവാക്കിയിട്ട് ഒരു മോഡറേറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫാൻസി ഫങ്കി ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. സാധാരണ രീതിയിലുള്ള സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള, ഒരുപാട് ഫങ്കി ഡ്രസ്സിംഗ് ഒക്കെ ആകാതെ, വലിയ മാലാഖയെ പോലെ ഉള്ള, നമ്മൾ സ്കൂളുകളിലൊക്കെ കുട്ടികളെ മാലാഖയായൊക്കെ ഒരുക്കാറുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഓരോ പ്രച്ഛന്ന വേഷത്തിനൊക്കെ ഒരുക്കുന്നത്, ഫാൻസി ഡ്രസ്സിനൊക്കെ അത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന കുട്ടികളെ വരെ പല ഇൻ്റർവ്യൂസിലും കാണാൻ സാധിക്കാറുണ്ട്. പിന്നെ ചിലരുണ്ട് ഭയങ്കര എന്താ പറയുന്നത്, ദേശി ഡ്രസ്സിങ്, ഇപ്പോൾ വലിയ പാവാടയും ബ്ലൗസും, അതായത് പട്ട് പാവാടയും ഒക്കെ അണിഞ്ഞു വരുന്ന പുതുപ്പെണ്ണിനെ പോലെ എത്തുന്ന പെൺകുട്ടികളൊക്കെ കാണാറുണ്ട്. ഇതുപോലെ തന്നെ ആൺകുട്ടികളുമുണ്ട്, പ്രത്യേകിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാതെ ഇന്നലെ ഏതോ കയ്യിൽ കണ്ട ഒരു ഷർട്ട് എടുത്തിട്ടു എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കരുത്. നമ്മുടെ ഡ്രസ്സിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഡ്രസ്സിങ് എന്നുള്ള ഏരിയയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആൺകുട്ടികളുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലൈറ്റർ കളർ ഷർട്ട് ധരിക്കുക, പാൻറ്റ് ഒരു ഡാർക്കർ കളർ പാൻറ്റ്, ഒരു ബെൽറ്റൊക്കെ ധരിക്കുക, ഷർട്ട് ഒന്ന് ഇൻ ചെയ്ത് പ്രൊഫഷണലായി പോകാൻ ശ്രമിക്കുക. ഒരു ഫുൾ സ്ലീവ് ഷർട്ടാണ്, മുഴുവൻ കൈയുള്ള ഷർട്ടാണെങ്കിൽ അത് മടക്കി വെക്കാതെ അതിൻ്റെ കഫ് ബട്ടണൊക്കെ ഒന്ന് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ഷൂ ഒക്കെ ഇട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ആൺകുട്ടികൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങൾ. ഇതുപോലെ തന്നെ പെൺകുട്ടികളുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാസ്റ്റ് കളേഴ്സുള്ള ഡ്രസ്സ് ഒഴിവാക്കുക. അതായത് ഒരുപാട് ബ്രൈറ്റ് കളേഴ്സുള്ള ഡ്രസ്സ് ഒഴിവാക്കുക. പിന്നെ ഒരുപാട് ഫങ്കി ഡിസൈൻസ് ഉള്ള, വളരെ വിചിത്രമായ ഡിസൈൻസ് ഒക്കെ ഉള്ള ഡ്രസ്സ് ഒഴിവാക്കുക. നോർമൽ സൽവാർ സ്യൂട്ട് ഓക്കെ, ഒരു ഷർട്ടും പാൻറ്റും ഓക്കെ, അല്ലെങ്കിൽ സാധാരണ ഒരു ചുരിദാർ നിങ്ങൾ ഇടുന്നതൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല. അതേസമയം ഒരുപാട് അണിഞ്ഞൊരുങ്ങി, ഉദാഹരണത്തിന് ഒരു പട്ട് സാരിയൊക്കെ ഉടുത്ത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു വളരെ ഫ്രിൽസൊക്കെ പിടിപ്പിച്ച ഒരു ഉടുപ്പ്, അല്ലെങ്കിൽ ഒരു ഗൗൺ, ഇങ്ങനത്തെ വിചിത്രമായ, കണ്ടാൽ തന്നെ ഒരു സംഭവമാണല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് അല്ല നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടത്. ഒരു പ്രൊഫഷണൽ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ആണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വേണ്ട ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ഇൻ്റർവ്യൂവിന് വരിക.
ചില കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവർ ഇൻ്റർവ്യൂവിന് വരുന്നത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുന്ന ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഒന്നും ഇല്ലാതെ ഒരു സിനിമ കാണാൻ വന്ന ലാഘവത്തോടെ, ക്യാൻ യു ഗീവ് മീ യുവർ പ്രീവിയസ് കോഴ്സ് സർട്ടിഫിക്കറ്റ്? സർ, ഐ ഡോണ്ട് ഹാവ് ഇറ്റ്. ഡു യു വാണ്ട് ടു സീറ്റ് ഓൺ മൈ ഫോൺ എന്നൊക്കെ ചോദിക്കുന്ന കാൻഡിഡേറ്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫോണിലുണ്ട്, സാറിന് കാണണോ? അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലറിൽ നിങ്ങൾക്ക് NCCയിൽ നിങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അത് സാർ വീട്ടിലുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന കാൻഡിഡേറ്റ്സ്. അപ്പോൾ അതല്ല വേണ്ടത്. നമ്മുടെ കയ്യിൽ ഒരു ഫോൾഡർ ഉണ്ടായിരിക്കണം. അതിൽ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അക്കാഡമിക് ആയതും അൺഅക്കാഡമിക് ആയതുമായ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മുടെ ആ ഫോൾഡറിൽ ഉണ്ടായിരിക്കണം. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് വരുന്നത് പുവർ ബോഡി ലാംഗ്വേജ്. വെരി പുവർ ബോഡി ലാംഗ്വേജ്. എന്താ പുവർ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ശരീരഭാഷ. നിങ്ങളുടെ ഒരു ഇരിപ്പിനകത്തും നിപ്പിനകത്തും ഒക്കെ തന്നെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് പറയുക. ഇപ്പം ഞാൻ ഈ കസേരയിൽ ഇരിക്കുകയാണ്, ഞാൻ നടുവൊക്കെ നിവർത്ത് സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ ഒരു കയ്യിൽ മറ്റൊരു കൈ റെസ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഇതൊരു ടേബിൾ എൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഞാൻ ആ ടേബിളിലേക്ക് കൈകൾ ഇങ്ങനെ വെച്ചിരുന്നാൽ ദാറ്റ് ഈസ് അൺപ്രൊഫഷണൽ. ഒരു സംശയം വേണ്ട. ഇനി എനിക്കൊരു ചെയർ ഇങ്ങനെ തന്നു, ഞാൻ ആ ചെയറിൽ ഇങ്ങനെ പിന്നിലേക്ക് ആഞ്ഞു കിടക്കുകയാണ്. ദിസ് ഈസ് അൺപ്രൊഫഷണൽ അല്ലേ? ഇനി അതല്ലെങ്കിൽ ഈ ഒരു ചെയർ എനിക്ക് ഓഫർ ചെയ്തു, ആ ചെയറിൻ്റെ തുമ്പത്ത് ഞാൻ വന്ന് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഈ ഇരിപ്പ് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രൊഫഷണലാണോ? അല്ല. ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പേടിച്ചാൽ നിങ്ങളുടെ ഷോൾഡേഴ്സൊക്കെ ഇങ്ങനെ ചുറ്റും ഇടുക്കി പിടിക്കുക, കസേരയുടെ ഏറ്റവും മുന്നിലേക്ക് ആഞ്ഞിരിക്കുക, മുന്നോട്ടേക്ക് ആഞ്ഞിരിക്കുക, ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതേസമയം ഈ കസേര ഫുൾ ഒക്കുപ്പൈ ചെയ്ത് എൻ്റെ ഒരു കയ്യിൽ മറ്റൊരു കൈ റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ നല്ലൊരു ആത്മവിശ്വാസം ഫീൽ ചെയ്യും. അപ്പം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കംപ്ലൈനിങ് ഇൻ ആൻ ഇൻ്റർവ്യൂ. പരാതി പറയുക. ചില ആൾക്കാർക്ക് വലിയ താല്പര്യമാണ് ഈ പരാതി പറയാനും പരിഭവം പറയാനും. അവരങ്ങനെ ശീലിച്ചവരാണ്. വീട്ടിലെ കാര്യങ്ങളിലും സ്കൂളിലോ കോളേജിലോ പഠിച്ച കാലഘട്ടത്തിലോ ഒക്കെ ഇങ്ങനെ പരാതി പറഞ്ഞ് ശീലിച്ചവരുണ്ട്. അവർക്ക് എന്തിനും ഏതിനും ഒരു പരാതിയായിരിക്കും. ഏത് സാഹചര്യത്തിൽ ആണ് അവരിയ്ക്കുന്നതെങ്കിലും, അത് എത്ര നല്ല സാഹചര്യമാണെങ്കിലും അവർക്ക് പരാതി ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പരാതിപ്പെട്ടിയായി നമ്മൾ മാറരുത്. അപ്പോൾ അതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളോട് ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ ചോദിച്ചേക്കാം, ടെൽ മീ സംതിങ് അബൌട്ട് യുവർ കോളേജ് എന്ന് ചോദിക്കുമ്പോൾ പല കാൻഡിഡേറ്റ്സും പറയാൻ സാധ്യതയുള്ളത് ആക്ച്വലി സർ ദ കോളേജ് വാസ് നോട്ട് വെരി ഗുഡ്, ദാറ്റ് ഈസ് വൈ ഐ ഗോട്ട് പുവർ മാർക്സ്. ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുന്ന കാൻഡിഡേറ്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ കോളേജ് വളരെ മോശമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് മോശമായത്. അപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ പഠനത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല, എനിക്ക് മനസ്സിലാക്കാനുണ്ടായ ബുദ്ധിമുട്ടിലല്ല, കോളേജ് മോശമായതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്. ചില കാൻഡിഡേറ്റ്സിനോട് ചോദിക്കും, ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ലാസ്റ്റ് കമ്പനി. ഇവർ പറയുന്നത് എന്താണെന്നറിയോ? സർ, ലാസ്റ്റ് കമ്പനി ദാറ്റ് വാസ് എ വെരി ടോക്സിക് കമ്പനി. അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ പരാതി തുടങ്ങും. അപ്പോൾ ഇൻ്റർവ്യൂസിന് താല്പര്യം തോന്നും. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ ആ നെഗറ്റീവ് എത്രമാത്രം കുത്തി പുറത്തിടാൻ പറ്റും എന്നറിയാൻ വേണ്ടി അവർ ചോദിക്കും, ക്യാൻ യു ടെൽ മീ സം ടോക്സിക് നേച്ചർ ഓഫ് യുവർ ലാസ്റ്റ് കമ്പനി. അവിടെ വെച്ച് നിങ്ങളങ്ങ് ആവേശം കൊണ്ട് അവരുടെ ടോക്സിസിറ്റിയെക്കുറിച്ച്, പഴയ കമ്പനിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് വർണ്ണിക്കും. നിങ്ങൾ ഓർക്കുന്നത് ഈ കമ്പനിക്ക് അങ്ങ് ഇഷ്ടപ്പെടും, കാരണം പഴയ കമ്പനിയുടെ കുറ്റമല്ലേ. പക്ഷേ അവർ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു പരാതിപ്പെട്ടിയാണ്. നിങ്ങൾ നാളെ പുറത്തിറങ്ങി ഈ കമ്പനിയെക്കുറിച്ചായിരിക്കും പരാതി പറയുക. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ആറാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, വേണ്ട റിസർച്ചോ വേണ്ട ഹോംവർക്കോ ചെയ്യാതെ ഒരു ഇൻ്റർവ്യൂവിന് പോവുക എന്നുള്ളതാണ്. റിസർച്ച് ഓർ ഹോംവർക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ കമ്പനി എന്താണെന്നും ആ കമ്പനിയുടെ പ്രവർത്തനം എവിടെയൊക്കെയാണുള്ളതെന്നും ഏതൊക്കെ സ്ഥലങ്ങളിൽ അവർക്ക് ബ്രാഞ്ച് ഉണ്ടെന്നും ഏതൊക്കെ മേഖലകളിലാണ് ആ കമ്പനിക്ക് ഓപ്പറേഷൻസ് ഉള്ളതെന്നും എത്ര വർഷമായി പ്രവർത്തിക്കുന്നു, അതിൻ്റെ ഡയറക്ടർ ബോർഡ് ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും, ആ ടെക്നോളജി കമ്പനിയാണെങ്കിൽ എന്ത് ടെക്നോളജിയിലാണ് ആ കമ്പനി പ്രവർത്തിക്കുന്നത്, ഇതൊന്നും അറിയാതെ ഒരു ഇൻ്റർവ്യൂവിലേക്ക് വോക്കിൻ ചെയ്യുന്നവരുണ്ട്. ഒരു അവസരം കണ്ടു, ഞാനിങ്ങ് വന്നു, നിങ്ങൾക്ക് വേണേൽ എടുക്കൂ. അപ്പോൾ ഈ അപ്രോച്ച് കൊണ്ട് നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഒരു ഇൻ്റർവ്യൂവിൽ ആ കമ്പനിയെക്കുറിച്ചുള്ള റിസർച്ച് പ്രോപ്പറായിരിക്കണം. ഏഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂവിനിടയ്ക്ക് നിങ്ങളുടെ മൊബൈൽ ഡിവൈസ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ? ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ലോ. ഞാൻ പല ഇൻ്റർവ്യൂസിലും കണ്ടിട്ടുള്ള കാഴ്ചയാണ്. ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ തമ്മിൽ എന്തെങ്കിലും ഡിസ്കഷനോ കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോൾ ഈ കാൻഡിഡേറ്റ് അവിടെ ഇരുന്ന് മൊബൈലിൽ എന്തോ അത്യാവശ്യം നോക്കുന്നത് പോലെ. ഒരു കാരണവശാലും ഒരു വിവരം തിരയാനായിക്കോട്ടെ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിക്കോട്ടെ, ഒരു കോൾ വന്നതിൻ്റെ കാര്യത്തിനായിക്കോട്ടെ, ഒരു മെസ്സേജ് നോക്കാനായിക്കോട്ടെ, ഇൻ്റർവ്യൂ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് വരെ മൊബൈൽ ഫോൺ തൽക്കാലം ഉപയോഗിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ റൂമിന് പുറത്ത് തന്നെ വെക്കുക, അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലോ സ്വിച്ച് ഓഫോ ആക്കി ഇടുക. ഒരു കാരണവശാലും മൊബൈൽ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. എട്ടാമത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്നറിയോ? ലൈയിങ് ഇൻ ആൻ ഇൻ്റർവ്യൂ. കള്ളം പറയുക. നിങ്ങൾക്കില്ലാത്ത സ്കില്ലുണ്ടെന്ന് പറയുക, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുക, നിങ്ങൾക്കില്ലാത്ത അറിവുകൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും താല്പര്യമില്ലാത്ത വിഷയങ്ങൾ താല്പര്യമുള്ളതാണ് എന്ന് പറയുക.
ഈവൻ ഹോബീസ് പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ, ഇൻ്റർവ്യൂവർക്ക് ആ മേഖല താല്പര്യം ഉണ്ടെന്നൊരു തോന്നൽ വന്നതിൻ്റെ പേരിൽ എനിക്കും അതുണ്ടെന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമല്ലോ. പഴയ ഒരു സിനിമയിലുണ്ട് ജഗദീഷ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരു രംഗം. അതായത് ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് എന്ന് കരുതി എൻ്റെ ജീവിതം ഞാൻ ക്രിക്കറ്റിന് വേണ്ടി ഹോമിച്ച ഒരു വ്യക്തിയാണ്, ഒരു ക്രിക്കറ്റ് മാച്ചുള്ള ദിവസം ഞാൻ ലീവ് എടുത്ത് അവിടെ വീട്ടിലിരുന്ന് ക്രിക്കറ്റ് കാണും എന്നൊക്കെ ഇൻ്റർവ്യൂ ബോർഡിൽ തകർക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് കമ്പനിയുടെ CEO ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാണ് എന്നുള്ള ഒരു അറിവ് കിട്ടിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്നത്തെ ദിവസം ഇൻ്റർവ്യൂ എടുത്തത് അത് ഈ സിഇഒയുടെ അച്ഛനായിട്ടുള്ള പിതാവായിട്ടുള്ള ചെയർമാനായിരുന്നു. അപ്പോൾ ആ ചെയർമാനാണെങ്കിൽ ഈ മകൻ ക്രിക്കറ്റ് കാരണം നശിച്ചു പോകുന്നതിൻ്റെ ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് ജോലിക്ക് വന്നയാൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്തരം കള്ളങ്ങൾ, നമ്മളുടെ താല്പര്യമല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളല്ലാത്ത കാര്യങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പലതും നമുക്കൊരു വിനയായിട്ട് വരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ അത് ഒഴിവാക്കാം, കള്ളം പറയുന്നത് ഒഴിവാക്കാം. 9ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ലോ വോയിസ്. ഇൻ്റർവ്യൂവിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ലോ വോയിസ്, ശബ്ദമില്ലായ്മ. അത് പലപ്പോഴും വിനയത്തിൻ്റെ അതിപ്രസരം കൊണ്ടാണ് പലർക്കും ശബ്ദമില്ലാതാകുന്നത് കേട്ടോ. വിനയം പ്രകടിപ്പിക്കാൻ അങ്ങ് നോക്കുമ്പോൾ ശബ്ദം ഇല്ലാതായി പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. നിങ്ങളുടെ വിനയം പ്രകടിപ്പിക്കാനൊക്കെ നിങ്ങൾ ശ്രമിച്ചോളൂ, പക്ഷേ ശബ്ദം ഇല്ലാതെ വരുന്ന സാഹചര്യം ഒഴിവാക്കുക. ഒരു മോഡറേറ്റ് വോയിസിൽ സംസാരിക്കുക. ഒരു റൂമിൽ 2 പേരിരുന്ന് സംസാരിക്കുമ്പോൾ കേൾക്കേണ്ട ആ ഒരു ശബ്ദമുണ്ടല്ലോ അത് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കേസിൽ ഇത് ഒരുപാട് കാണാറുണ്ട് മുൻകാലങ്ങളിൽ. പക്ഷേ ഇപ്പോൾ പെൺകുട്ടികളൊക്കെ കൂടുതൽ പലപ്പോഴും ആൺകുട്ടികളുടെ കേസിലാണിത് കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശബ്ദത്തിൻ്റെ കാര്യം ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിലർക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രശ്നമുണ്ട് കേട്ടോ, അതും കൂടെ പറയണമല്ലോ, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്ന് പറയുന്നത് പോലെ. അതായത് ചിലർക്ക് ഈ പറഞ്ഞ ആത്മവിശ്വാസ കൂടുതൽ കൊണ്ട് അവർ ഭയങ്കര വെട്ടിപ്പൊട്ടിച്ചതുപോലത്തെ ശബ്ദത്തിൽ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേൾക്കാം. അതിൻ്റെ ആവശ്യമില്ല. ഒരു 2-3 പേരിരുന്ന് സംസാരിക്കുമ്പോൾ ആ ക്ലാരിറ്റിക്കുള്ള ആ 3 പേർക്ക് കേൾക്കാവുന്ന വോളിയം മതി. അതിനപ്പുറത്തേക്ക് ഒരു വോളിയത്തിൽ നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. 10ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം, മെമ്മറൈസിങ് യുവർ പ്രസൻറ്റേഷൻ ആൻസേഴ്സ്. നിങ്ങളുടെ ഉത്തരങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ കാര്യത്തിലൊക്കെയാണ്. പലപ്പോഴും ഞങ്ങളെപ്പോലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവർ പറഞ്ഞും കൊടുക്കാറുണ്ട്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ 90% സാധ്യത സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിരിക്കും. ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ, എങ്ങനെ പറയണമെന്ന് പ്ലാൻ ചെയ്തോണം കേട്ടോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും ചെയ്യുന്നത് എന്താണെന്നറിയോ, കാണാതെ പഠിച്ച ഒരു സാധനം റെഡിയാക്കി വെക്കും, ഒരു 2 മിനിറ്റ് സാധനം, അതങ്ങോട്ട് CD ഇട്ട് പ്ലേ ചെയ്തതുപോലെ പ്ലേ ചെയ്യും. എന്താ പ്രശ്നമെന്നറിയോ, ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്നത് പോലെ ഇരിക്കും ഈ സാധനം കേട്ടാൽ. കേൾക്കുന്നവർക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കും ഇത് കുറച്ച് സമയം മുമ്പ് കാണാതെ പഠിച്ചെടുത്ത സാധനം ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ആശയങ്ങളൊക്കെ മനസ്സിലുണ്ടാക്കി വെക്കുക. ഒരു കാര്യവും മെമ്മറൈസ് ചെയ്ത് കാണാതെ പഠിച്ച് അത് പ്രസൻറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ധാരണ ഉണ്ടാക്കി വെക്കുക. അത് പറയേണ്ട വാക്കുകൾ എന്തൊക്കെയാണെന്ന് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അത് മതി. ആ സമയത്ത് നാച്ചുറലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. എങ്ങനെ പറയണം എന്നുള്ളത് വേണമെങ്കിൽ റിഹേഴ്സ് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ കാണാതെ പഠിച്ചൊരു സാധനം അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഓക്വേർഡാണ്. 2ാം ക്ലാസ്സിലെ കുട്ടികൾ ഈ പ്രസംഗ മത്സരം നടത്തുന്നത് പോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് വളരെ അരോചകമാണ്, കേൾക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ 10 മിസ്റ്റേക്സ് നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല കാൻഡിഡേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഇന്ന് മൂന്നാറിലാണുള്ളത്. എൻ്റെ സ്ഥിരം ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ല നിങ്ങൾ കാണുന്നത്. ഒരുപക്ഷെ എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവരാണെങ്കിൽ ഓറിയൻ ബ്ലാക്ക് സ്വാൻ എന്ന ഒരു കമ്പനി, അവരുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നാളെ ഞാൻ മൂന്നാറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെനിക്ക് തന്ന ഒരു അക്കോമഡേഷൻ, ഒരു റിസോർട്ടാണ്. അവിടെ ഇരുന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രൊമൈസസിനുള്ള പ്രത്യേക നന്ദി ഓറിയൻ ബ്ലാക്ക് സ്വാന് ഞാൻ സമർപ്പിക്കുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.